പഴയ രാജാക്കന്മാരൊക്കെ ഉണ്ടായിരുന്ന കാലം പോലെ പുതിയ ആ കാലത്തെ സാംസ്കാരിക കേന്ദ്രം. പഴയ ഇല്ലങ്ങൾ പോലെ തന്നെയാണ്. കണ്ടോ, കടക്കുന്നത് കാല് ഇതുള്ള നമ്മളെ ഇല്ലത്തൊക്കെ അങ്ങനെ തന്നെയല്ല പണ്ട്. എനിക്കിത് കണ്ടു നോക്കുമ്പോൾ നമ്മളെ നാട്ടിലത്തെ പഴയ ചില തറവാടൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ എന്ത് എട്ടുകെട്ട് ഒക്കെ ഭയങ്കര സംഭവമാണ്. എന്തിന് നമ്മൾ ദേവാസുരത്തിലെ ആ തറവാട് മാത്രം കണ്ടാൽ മതി. നമ്മളെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഗുരുകുലം, പഴയ ഗുരുകുലത്തിൻ്റെ അതേ ട്രഡീഷൻ കേട്ടോ. കൊറിയൻ ടച്ചും ചൈന ടച്ചും തമ്മിൽ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ കേട്ടോ. ഈ കൺസ്ട്രക്ഷൻ, പഴയ കൺസ്ട്രക്ഷനിൽ ഇതൊക്കെ നമ്മളെ നാട്ടിലുള്ള സാധനങ്ങൾ തന്നെ അല്ലേ, കൊട്ടകൾ, ഇതൊക്കെ എല്ലാം അല്ലേ. സത്യത്തിൽ ഇവരെ പല ചരിത്രങ്ങളിലും ഇവർ പല സംഗതികളും കാണിക്കുന്ന പോലുമില്ല. കാരണം നോർത്ത് കൊറിയയും സൗത്ത് കൊറിയയും കൂടി കൂടിയിട്ടുള്ളതായിരിക്കുമല്ലോ ചരിത്രം. അങ്ങനെ നല്ല തണുപ്പല്ലേ. മുഫിന്ന് ജാക്കറ്റൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇട്ടിട്ടുണ്ട്, തണുപ്പുണ്ട്. ഞാൻ എൻ്റെ വലിയ ജാക്കറ്റ് എടുത്തിട്ടില്ല, ചെറുതായിട്ട്. പക്ഷെ നല്ല തണുപ്പുണ്ട് കേട്ടോ. സംഗതി 9 കാണിക്കുന്നുണ്ട്, പക്ഷെ തണുപ്പ് നല്ല ഉണ്ട്. അപ്പം നമ്മളിപ്പോൾ ഇങ്ങോട്ടൊക്കെ വന്ന് മൂഫി ഹനോക്ക് വില്ലേജ്. എന്താ സംഭവം? ഇവിടുത്തെ ചരിത്രങ്ങൾ നിലനിൽക്കുന്ന വലിയൊരു സംഗതി കേട്ടോ. കോട്ട, പിന്നെ ഇവരെ സാംസ്കാരിക കേന്ദ്രം, പണ്ടത്തെ പഴയ ചരിത്രത്തിൽ കൊറിയൻ്റെ ഒരുവിധം ചരിത്രങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ അവിടേക്കാണ് കേട്ടോ വരുന്നത്. ഇവിടെ ഇൻഫർമേഷൻ്റെ സംഗതികളൊക്കെ ഉണ്ട്. നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിനെപ്പറ്റി അറിഞ്ഞു വന്നതാണ്. നമ്മൾ ഇന്നലെ മറ്റേ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ പഴയ രാജാക്കന്മാരൊക്കെ ഉണ്ടായിരുന്ന കാലം പോലെ പുതിയ ആ കാലത്തെ സാംസ്കാരിക കേന്ദ്രം. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ആ കാലഘട്ടത്തിൽ ഇത്ര വിശാലമായിട്ടാണ് ഈ സംഗതികളൊക്കെ ചെയ്ത് വെച്ച് കേട്ടോ. ഇപ്പോൾ എൻട്രൻസ് ഒക്കെ ഇപ്പോൾ സെറ്റ് ചെയ്തതായിരിക്കും. കണ്ടില്ലേ, ഷോക്കുള്ള സ്റ്റേഡിയം പോലെയൊക്കെ ഉണ്ട്. നമുക്ക് അത് വിശദമായിട്ട് കാണാം കേട്ടോ. അപ്പം നമ്മളിവിടുത്തെ ട്രഡീഷണൽ ഡ്രസ്സാണ് കേട്ടോ. ട്രഡീഷണൽ ഡ്രസ്സിൻ്റെ ഫോട്ടോ എടുക്കാനുള്ള ഓപ്ഷനാണ് ലേഡീസ്, ജെൻസ്. ഞാൻ രണ്ടിലും നിന്നിട്ടും ഫോട്ടോ എടുക്കാനുള്ള പരിപാടി കേട്ടോ. ഇവിടുത്തെ ട്രഡീഷണൽ ഡ്രസ്സിലാണ്. അങ്ങനെ മൊഫീനെ ഡ്രസ്സ് ഇടിപ്പിച്ചിരിക്കുകയാണ്. കണ്ടില്ല ഞങ്ങൾ? മൊഫി നിൽക്കുന്നുണ്ട. അങ്ങനെ നംസാങ്കോൾ ട്രഡീഷണൽ ഗാർഡൻ കണ്ടങ്ങൾ. ആ കാലഘട്ടത്തിൽ ഇവരെ സാമൂഹിക എല്ലാ കാര്യങ്ങളും ഉള്ള കേട്ടോ. ഇവരെ ട്രഡീഷണൽ ആയിട്ടുള്ള കൾച്ചറൽ എല്ലാം ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ്. ഇവരെ രാജഭരണത്തിൻ്റെ സ്ഥലമല്ല കേട്ടോ, കൾച്ചറൽ ഏരിയ ആണ്. സാമൂഹികമായിട്ടുള്ള സാംസ്കാരികമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. അന്നത്തെ സ്കൂളുകൾ, ഇവരെ കാര്യങ്ങൾ, അങ്ങനെ വേണ്ട എല്ലാം നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ് ഇത്. ഇതേപോലെ തന്നെ നമുക്ക് ഫോട്ടോ എടുക്കാനുള്ള കേട്ടോ, കുട്ടികൾക്ക് എല്ലാവർക്കും. അങ്ങനെ ഇവിടുത്തെ ട്രഡീഷണൽ ഷോകൾ ഉണ്ടാവാറുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ സാംസ്കാരിക കേന്ദ്രമാണ്. അപ്പം ഈ ട്രഡീഷണൽ ഷോ ഉണ്ടാകുന്ന സ്റ്റേജാണിത്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കണ്ടില്ല നിങ്ങൾ? നംസാങ്കോൾ ഹനോക്ക് വില്ലേജ്. ഇവിടെ കാണികൾക്കുള്ള സ്ഥലം ഒക്കെ. ഇത് ഒരു പുതിയ നിർമ്മിതിയാണെന്ന് തോന്നുന്നു കേട്ടോ, സ്റ്റേജും ഇതൊക്കെ. ഇവിടെ ശരിക്ക് കണ്ടില്ല നിങ്ങൾ? ഇതാണ് സ്റ്റേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കേട്ടോ. വലിയ സ്റ്റേജാണ്. ഇതൊക്കെ ടൂറിസ്റ്റിൻ്റെ ഗ്രൂപ്പുകളാണ് കേട്ടോ. ടൂറിസ്റ്റ് ഗ്രൂപ്പുകളാണ് ഇവിടെ ഉള്ളത്. ഇതിൻ്റെ ഈ ഉൾഭാഗത്തേക്കാട്ടോ ഇപ്പം നമ്മൾ പോകുന്നത്. ഈ ഭാഗങ്ങളാണ് ഇല്ലങ്ങളൊക്കെ പോലെ തന്നെ കേട്ടോ. പഴയ ഇല്ലങ്ങളൊക്കെ പല ആൾക്കാരും പൊളിച്ചു പോകുന്നുണ്ട് അല്ലേ. പഴയ ഇല്ലങ്ങൾ പോലെ തന്നെയാണ്. കണ്ടോ, കടക്കുന്നത് കാല് ഇതുള്ള നമ്മളെ ഇല്ലത്തൊക്കെ അങ്ങനെ തന്നെയല്ല പണ്ട്, കാലെടുത്ത് വെച്ച് കിടക്കൽ. അപ്പം അതേപോലെ ഒരുപാട് ഇത് ശരിക്ക് പണ്ട് എനിക്ക് തോന്നുന്നു വിദ്യാഭ്യാസങ്ങളോ കാര്യങ്ങളോ കൊടുക്കുന്ന കലാലയ ഏരിയകളൊക്കെ ആയിരിക്കും ഇവർക്ക്. നമ്മുടെ നാട്ടിൽ പണ്ട് ഗുരുചര്യ എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കുന്നത് പോലെ ഉള്ള ഒരുപാട് സംഗതികളുണ്ടോ. ഓരോ രാജ്യത്തിനും ഓരോ കൾച്ചറിനും ഇതേപോലെ പഴയ ഹിസ്റ്ററികൾ ഉണ്ടാവും കേട്ടോ. അത് നിലനിർത്തുക എന്നുള്ളതാണ് ഓരോ രാജ്യത്തിൻ്റെയും അതിൻ്റെ മഹിമ. അത് അങ്ങോട്ട് കടക്കാൻ പാടില്ല എന്നാണ് കേട്ടോ. അതെ, ഞാൻ പറഞ്ഞ തന്നെയല്ലേ പഠിപ്പിക്കുന്ന സ്ഥലം. ഇവിടെ കുട്ടികളായിരിക്കും, അവിടെ ഇത് സ്കൂളായിരിക്കും. പഴയ കണ്ടങ്ങൾ നമ്മളെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഗുരുകുലം, പഴയ ഗുരുകുലത്തിൻ്റെ അതേ ട്രഡീഷൻ കേട്ടോ.
എല്ലാവർക്കും ഉണ്ടാവും. ഇത് എല്ലാ നാടുകളിലും എല്ലാ രാജ്യങ്ങൾക്കും ഉണ്ടാവുന്ന ചരിത്രങ്ങളൊക്കെ തന്നെയാണ്. പക്ഷെ ഇതൊരു കൊറിയൻ ടച്ച്. ഇതാണ് കൊറിയൻ ടച്ച് കേട്ടോ. കൊറിയൻ ടച്ചും ചൈന ടച്ചും തമ്മിൽ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ കേട്ടോ. ഈ കൺസ്ട്രക്ഷൻ, പഴയ കൺസ്ട്രക്ഷനിൽ ഇതൊക്കെ ജപ്പാനും കൊറിയയും ചൈനയും ഒക്കെ വലിയ വ്യത്യാസങ്ങളൊന്നിലുമില്ല. നമ്മളും ശ്രീലങ്കക്കാർ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ എന്നൊക്കെ പറയുന്നത് പോലെ ഒരു കാലത്ത് ഒന്നിച്ച് ജീവിച്ച ആൾക്കാരാണല്ലോ. പിന്നെ വക തിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയതാണല്ലോ. ഇതുവരെ പ്രാർത്ഥിക്കുന്ന ഏരിയ ആയിരിക്കും കേട്ടോ. അല്ല, കിടക്കുന്നതാവാൻ തോന്നുന്നു. അല്ല, ഇതും പഠിക്കുന്ന തന്നെയാണ്. ഇതും ചെറിയ ഒരു ഗുരുകുലാട്ടോ. ഇതൊക്കെ നമ്മളെ നാട്ടിലുള്ള സാധനങ്ങൾ തന്നെയല്ലേ. കണ്ടങ്ങൾ എത്ര ഉള്ളത് ഡ്രമ്മുകൾ. ഇതിലാണ് പഴയ പണ്ടത്തെ ഓരോരോ അരിഷ്ടങ്ങൾ, അത് ഇത് എന്ന് പറഞ്ഞിട്ട് പല സാധനങ്ങളും വെള്ളത്തിൻ്റെ ഇതിലല്ലേ കരുതല്ലേ. എനിക്ക് തോന്നുന്നു ഇത് ഇതിലെ പ്രാർത്ഥനയ്ക്കുള്ള തണുപ്പിനുള്ളതായിരിക്കും കേട്ടോ. അങ്ങനെ ഒരു ഡൗട്ടുണ്ട്. അല്ല, ഇതിൻ്റെ ഉള്ളിൽ കയറാനും പറ്റില്ല. എനിക്ക് തോന്നുന്നു പുകയ്ക്കുന്ന എന്തെങ്കിലും ആയിരിക്കാം. പണ്ടത്തെ മരങ്ങളിലുള്ള കാഴ്ചകളാട്ടോ. നമ്മളെ ജനവാദിലെ ഇനങ്ങാടിയൊക്കെ അടിപൊളിയല്ലേ അല്ലേ. മരത്തിൻ്റെ കാര്യം വരുമ്പോൾ നമ്മളിതാണ് അടിപൊളിയായിട്ട് കാണുന്നത്. ഇതുപോലെ പ്രാർത്ഥിക്കുന്ന ഭാഗമാണെന്ന് തോന്നുന്നു. നമ്മളെ പഴയ കൊട്ടകൾ, ഇതൊക്കെ എല്ലാം അല്ലേ. നമ്മളെ ചരിത്രങ്ങളൊക്കെ നമ്മൾ നശിപ്പിക്കുന്നത്. അതെ, പഴയ പോലെ നമ്മളെ നാട്ടിലെ പഴയതൊക്കെ പോലെ തന്നെ കേട്ടോ. തട്ടിപ്പോകുന്നതിന് ഇവർ ബോർഡൊക്കെ വെച്ചിട്ടുണ്ടോ. ആൾക്കാർ അറിയാതെ ഇതായി പോകും. പണ്ട് നമ്മളെ നാട്ടിലുണ്ട് ഇത് കുനിഞ്ഞിറങ്ങുക എന്ന് പറയുന്നതിന് ഒരുപാട് ചരിത്രങ്ങളുണ്ട് കേട്ടോ. നമ്മൾ റെസ്പെക്റ്റ് ചെയ്ത് കയറുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് കിണറാണോ? പണ്ടത്തെ കിണറിട്ടായിരിക്കും കേട്ടോ. ഇതൊക്കെ മെയിൻ്റനൻസ് ഒക്കെ ചെയ്ത് നിർത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മളെ സോൾ ടവർ കേട്ടോ. സോൾ ടവർ ഇവിടുന്ന് ശരിക്കും കാണാം. നമ്മളെ പണ്ടത്തെ തറവാട്, നായർ തറവാട്, തമ്പൂരി തറവാട് പോലത്തെ സ്ഥലത്താണ്. ഇവിടുത്തെ പഴയ നമ്പൂരിമാർ താമസിച്ച സ്ഥലമാണ് നമ്മളെ പണ്ടത്തെ തറവാട്. കണ്ടില്ല? അപ്പോൾ ഇതൊക്കെ മരങ്ങളൊക്കെ അങ്ങനെയുണ്ട്. അടിപൊളി മരങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ എനിക്കിത് കണ്ടു നോക്കുമ്പോൾ നമ്മളെ നാട്ടിലത്തെ പഴയ ചില തറവാടൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ എന്ത് എട്ടുകെട്ട് ഒക്കെ ഭയങ്കര സംഭവമാണ്. എന്തിന് നമ്മൾ ദേവാസുരത്തിലെ ആ തറവാട് മാത്രം കണ്ടാൽ ഇതിനൊക്കെ വല്ല. പക്ഷേ ഇതുവരെ ചരിത്രങ്ങളാണ്. ഇവർ പണ്ടുള്ള ആൾക്കാർ താമസിച്ചത് ഇവിടെയാണ്. ഇവിടെ നേരെ ബാക്കിലാണ് ഇതിൻ്റെ സ്കൂളുകൾ, കാര്യങ്ങൾ. അങ്ങനെ ഈ ഏരിയയിൽ സാംസ്കാരികമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട പഴയ ചരിത്രങ്ങളാണ് കൊറിയൻ. ഇവിടുത്തെ പല ഗെയിമുകളും ഉണ്ട് കേട്ടോ. കുട്ടികൾക്കൊക്കെ കളിക്കാനുള്ള ഒരു ഗെയിമൊക്കെ നമ്മളവിടെയൊക്കെ ഉള്ള പോലെ തന്നെ ഗെയിമുകളുണ്ട്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ചരിത്രപരമായ സാംസ്കാരിക കേന്ദ്രം. ഇത് സൗത്ത് കൊറിയൻ്റെതായിരിക്കണമെന്നില്ല. ഇത് ശരിക്ക് ഫുൾ കൊറിയൻ്റെതായിരിക്കും കേട്ടോ. സത്യത്തിൽ ഇവരെ പല ചരിത്രങ്ങളിലും ഇവർ പല സംഗതികളും കാണിക്കുന്ന പോലുമില്ല. കാരണം നോർത്ത് കൊറിയയും സൗത്ത് കൊറിയയും കൂടി കൂടിയിട്ടുള്ളതായിരിക്കുമല്ലോ ചരിത്രം. പക്ഷേ ഇവർക്ക് ആ ചരിത്രം പറയാൻ നോർത്ത് കൊറിയൻ്റെ എസ്റ്റാബ്ലിഷുള്ള ചരിത്രം ഇവരും പറയില്ല. ഇവരെ എസ്റ്റാബ്ലിഷുള്ള ചരിത്രം നോർത്ത് കൊറിയയും പറയില്ല. ആ രീതിയിലാണ് ഇപ്പോൾ ഇവരെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്.